നമസ്കാരം മാന്യ പ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയം, അതല്ലെങ്കിൽ വൈറലായി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയം തന്നെയാണ്. നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയയിലൂടെ തെറി പറയുന്നത് മാത്രം കേട്ടുകൊണ്ട് വൈറലായിട്ടുള്ള നാഗ സൈരന്ത്രി എന്ന് വിളിക്കുന്ന നാഗചേച്ചി എന്നുള്ള രീതിയിലൊക്കെ അവർ സ്വയം അറിയപ്പെടുന്ന രീതിയിലുള്ള ആ ഒരു വനിതയെ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. മാത്രമല്ല, അവരും ബാബുസ്വാമി എന്ന് പറയുന്ന മറ്റൊരു സ്വാമിയും തമ്മിൽ അടുത്തിരുന്ന് സംസാരിക്കുന്നതും, പിന്നെ ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്തിട്ടുള്ള എല്ലാത്തിന്റെയും നാഡിയായിട്ടുള്ള നട്ടലായിട്ടുള്ള ചണ്ടാള ബാബയെ കുറിച്ചുകൊണ്ട് അത്തരത്തിൽ ഒരുപാട് ആരോപണങ്ങളും പഴികളും അതല്ലെങ്കിൽ ട്രോളുകളും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് ഒരുപാട് ആളുകൾ, എനിക്ക് വ്യക്തിപരമായിട്ട് അറിയുന്ന ആളുകൾ, എൻ്റെ സുഹൃത്തുക്കൾ, എൻ്റെ ബന്ധുജനങ്ങൾ, ഒരുപാട് ആളുകൾ ഈ ചണ്ടാള ബാബാജിയുമായിട്ട് എനിക്ക് ബന്ധമുണ്ട് എന്ന് അറിയുന്നത് കൊണ്ട് തന്നെ എന്നെ ബന്ധപ്പെട്ടുകൊണ്ട് എന്താണ് ബൈജുജി, അതല്ലെങ്കിൽ ബൈജു സാർ, അല്ലെങ്കിൽ ബൈജു ചേട്ടാ, ഇതിന്റെ യാഥാർത്ഥ്യം എന്താണ്, ഇതെന്താണ് ഈ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ എന്നൊക്കെ ചോദിച്ച് ഒരുപാട് ആളുകൾ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഇതിന് മറുപടി പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഉള്ളൊരു മറുപടി എന്ന രീതിയിൽ വീഡിയോ ചെയ്യാൻ വൈകിയതിൽ എല്ലാവരോടും ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. പ്രത്യേകിച്ച് ചണ്ടാള ബാബാജിയോട് പാദ നമസ്കാരം ചെയ്തുകൊണ്ട് ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. കാരണം സോഷ്യൽ മീഡിയയിൽ ഇത്ര കണ്ട് അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ ആ ഒരു ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ചണ്ടാള ജയന്തി 41ാമത് ചണ്ടാള ജയന്തി ആഘോഷിച്ച ആ ആഘോഷത്തെയും ഒക്കെ വളരെ അശ്ലീലവൽക്കരിച്ചുകൊണ്ട് ബാബുസ്വാമി ആയാലും നാഗസൈരന്ത്രി എന്ന് വിളിക്കുന്ന അവരായാലും അവരെയൊക്കെ സെക്ഷലായിട്ട് പോലും ഹറാസ്മെന്റ് നടത്തിക്കൊണ്ട് വളരെ മ്ലേച്ഛകരമായ രീതിയിൽ തന്നെ അവനവന്റെ വയറ് നിറയ്ക്കാൻ വേണ്ടി ട്രോളുകൾ എന്ന പേരിൽ കാട്ടിക്കൂട്ടുന്ന ശുദ്ധ തെമ്മാടിത്തരം, ആ തെമ്മാടിത്തരം അതിനെതിരെ അറിയുന്ന ആളുകളെങ്കിലും പ്രതികരിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ പ്രതികരിക്കാൻ വൈകിയതിൽ ക്ഷമ ചോദിക്കുകയാണ്. കാരണം എനിക്ക് വർഷങ്ങളായിട്ട് ചണ്ടാള ബാബാജിയെ അറിയാം. ഞാൻ അദ്ദേഹത്തെ അറിയുന്നത് മറ്റൊരു രീതിയിലൊന്നുമല്ല, കൊടുങ്ങല്ലൂരിൽ കോഴി വെട്ട് നിരോധിച്ചതുമായ ആ വിഷയം മുതലാണ് ഞാൻ സത്യത്തിൽ അദ്ദേഹത്തെ ശ്രദ്ധിച്ചു തുടങ്ങിയത്. പക്ഷേ അതിനു മുമ്പും തീക്ഷ്ണമായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങളിലൂടെ മതേതര മലപ്പുറത്തിന്റെ പെരിന്തൽമണ്ണയിൽ അദ്ദേഹം അനുഭവിച്ചു തീർത്തിട്ടുണ്ട്. അദ്ദേഹം കൃത്യമായിട്ട് ഒരു മലപ്പുറം സ്വദേശിയാണ്, പെരിന്തൽമണ്ണ സ്വദേശിയാണ്. അവിടെ സഖാക്കന്മാരുടെ കയ്യിൽ നിന്ന് തന്നെ ആസിഡ് ആക്രമണവും വെട്ടും കുത്തും ഒക്കെ കിട്ടിക്കൊണ്ട് ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ ഓടേണ്ട അവസ്ഥ ഒരു സന്യാസിക്ക് വന്നിട്ടുണ്ട്. ഓ, സന്യാസി എന്ന് പറയുമ്പോൾ നിങ്ങളുടെയൊക്കെ കൺസെപ്റ്റിൽ എന്താണ്? കാവി വസ്ത്രം മാത്രം ധരിച്ചുകൊണ്ട് ചിദാനന്ദപുരി സ്വാമിയെ പോലെയുള്ള ഒരു സന്യാസി മാത്രമാണ് നമ്മുടെ എല്ലാം മനസ്സിലുള്ളത്. അത് നമ്മുടെ മനസ്സിന്റെ വലിപ്പക്കുറവ് കൊണ്ട് തന്നെയാണെന്ന് നമ്മൾ സ്വയം മനസ്സിലാക്കേണ്ടതുണ്ട്. വസ്ത്രത്തിലോ രീതികളിലോ അതല്ലെങ്കിൽ കാണുന്ന ചന്തത്തിലോ അല്ല ഒരു സന്യാസിയാണോ അല്ലയോ എന്നുള്ളത് നമ്മൾ തീരുമാനിക്കേണ്ടത്. അത് അവരുമായി അടുത്തിടപഴകി അവർ ചെയ്യുന്ന കർമ്മങ്ങൾ എന്തൊക്കെയാണ്, അവരുടെ ഗുണഗണങ്ങൾ എല്ലാം നോക്കിയിട്ട് തന്നെയാണ് നമ്മൾ അവർ നല്ലതാണോ ചീത്തയാണോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത്. ഇത് വെട്ടെന്ന് മുറി രണ്ട് എന്നുള്ള രീതിയിൽ ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ ആചാരത്തെയും ഒക്കെ അലക്കി ചവിട്ടി മെതിച്ച് അസഭ്യവൽക്കരിച്ചുകൊണ്ട് അവനവന്റെ വയറ് നിറയ്ക്കാൻ വേണ്ടി നടക്കുന്ന ഒരുപാട് വൃത്തികെട്ട ജന്മങ്ങളോട് പറയാനുള്ളത്, നോക്കൂ, നിങ്ങൾ നേരിട്ട് കാണൂ. കാരണം അന്ധന്മാർ ആനയെ കണ്ട പോലെ എന്ന് നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്. ഒരാൾ ആനയുടെ വാലിൽ ചെന്ന് പിടിച്ച സമയത്ത് അദ്ദേഹം പറയുന്നു ആന ചൂല് പോലെയാണെന്ന് പറയുന്നു. കാലിൽ പിടിച്ച ഒരാൾ പറയുന്നു അല്ല മരം പോലെ അതല്ലെങ്കിൽ മറ്റെന്തോ പോലെയാണെന്ന് പറയുന്നു. ചെവിയിൽ പിടിച്ച ഒരു അന്ധൻ പറയുന്നു അല്ല മുറം പോലെയാണ് ആന എന്ന് പറയുന്നു. നോക്കൂ, അന്ധന്മാർ ആനയെ കണ്ട പോലെ ആവരുത് ഒരു സന്യാസിയെ നമ്മൾ ഇത്തരത്തിൽ അപഹസിക്കാൻ തയ്യാറെടുക്കേണ്ടത് എന്ന് നമ്മൾ സ്വയം മനസ്സിലാക്കേണ്ട അതല്ലെങ്കിൽ എടുക്കേണ്ട ഒരു ഉത്തരവാദിത്തം തന്നെയാണ്. പിന്നെ മറ്റൊന്നാണ്, ചിലർക്കൊക്കെ ബാബുസ്വാമി നാഗസൈരന്ത്രി അവരുമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ബാബു എന്ന പേരിൽ ഒരു സ്വാമിയെ അപഹസിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുക. എല്ലാവരും ചിദാനന്ദപുരി സ്വാമിയോ അതല്ലെങ്കിൽ ഗുരുരത്ന ജ്ഞാന തപസി ഇങ്ങനെ ഒരുത്തനുണ്ട് തിരുവനന്തപുരത്ത്, വലിയ ആശ്രമ മഠാധിപനൊക്കെയാണ്. എന്നാൽ പോത്തൻകോട് സർക്കിളിൽ പീഡന കേസിലെ പ്രതിയായിരുന്നു ഈ വൃത്തികെട്ടവൻ എന്നുള്ളത് മനസ്സിലാക്കുക. എൻ്റെ ഈ ന്യൂസ് കഫേ ചാനലായാലും അതല്ലെങ്കിൽ ചാണക്യ ന്യൂസ് ആയാലും കേരള ടുഡേ ആയാലും ഈ ചാനൽ മേഖലയിൽ ഞാൻ ആദ്യം ചെയ്ത വീഡിയോ എന്തെന്നറിയാമോ? തിരുവനന്തപുരത്ത് കാവി വേഷം ധരിച്ച് നടക്കുന്ന ഒരു വൃത്തികെട്ട ഹരി എന്ന് പറയുന്ന മെഡിക്കൽ റപ്പായിരുന്നവൻ, ഒരു ആശ്രമ മഠാധിപൻ മരണപ്പെട്ടതിന് ശേഷം ആ ആശ്രമം കൈക്കലാക്കിക്കൊണ്ട് അവിടെ സ്ത്രീ പീഡനവും സകലമാന വൃത്തികേടും കാട്ടി നടക്കുന്ന ആ വൃത്തികെട്ട സ്ത്രീ പീഡകനെതിരെ ആ ഇരയുടെ വെളിപ്പെടുത്തലുമായിട്ടായിരുന്നു ഞാൻ ചാനൽ മേഖലയിലേക്ക് വന്നത്. അതുകൊണ്ട് തന്നെ പേരിലല്ല ഒരു സന്യാസിയുടെ മഹത്വം ഇരിക്കുന്നത്, വായിൽ കൊള്ളാത്ത ഗുരുജന ജ്ഞാന തപസി എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. എന്നാൽ അവന്റെ പേര് ഹരിയാണെന്ന് മനസ്സിലാക്കുക. അവൻ പോത്തൻകോട് സർക്കിളിൽ ഒരു പീഡന കേസിലെ തനിമഹിമ എന്ന് പറയുന്ന ഇരയുടെ പേര് പോലും ഞാൻ ഇവിടെ പറയുകയാണ്. അവരുടെ ഒരു ഇന്റർവ്യൂ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഈ തനിമഹിമ
മഹിമ എന്ന് പറയുന്ന ആ സ്ത്രീ 21-23 വയസ്സുള്ള സമയത്ത് ആ സ്ത്രീയെ കടന്നു പിടിച്ച കേസിൽ പ്രതിയാണ് ഇത്തരത്തിൽ വായിൽ കൊള്ളാത്ത പേരുമായി നടക്കുന്ന കുറെ സന്യാസിമാരാണെന്ന് സ്വയം അണിഞ്ഞ് നടക്കുന്ന ഇത്തരത്തിലുള്ള വൃത്തികെട്ട ജന്മങ്ങൾ. അതുകൊണ്ട് ബാബു എന്ന് വിളിക്കുന്ന ആ മഹത് വ്യക്തിയെ, ആ സന്യാസിയെ അപഹസിച്ചുകൊണ്ട് നാഗസൈരന്ത്രി അവരാരെയും വെറുതെ കയറിക്കൊണ്ടൊന്നും തെറി വിളിക്കാറില്ല. ഇന്ന് വേടൻ എന്ന് പറയുന്ന കഞ്ചാവടിച്ച് നടക്കുന്ന പെണ്ണും പിടിച്ച് ബലാത്സംഗ വീരൻ, ബലാത്സംഗ കേസിൽ വിധി കാത്തിരിക്കുന്ന ആ വൃത്തികെട്ടവൻ പറയുന്ന മായും പൂയും ഒക്കെ കേട്ട് അതിന് കയ്യടിക്കാനും എന്തിനേറെ അവാർഡ് കൊടുക്കാൻ സംസ്ഥാന സർക്കാരും പിണറായി വിജയന്റെ പരിപാടിയിൽ ആളെ കൂട്ടാൻ വരെ ഇത്തരത്തിലുള്ള ഈ ബലാത്സംഗ വീരന്മാരെ കൊണ്ടുവരുമ്പോൾ വേടനൊക്കെ തെറി വിളിച്ചാൽ നിങ്ങൾക്ക് ആഹ്ലാദമാണ്, അവാർഡ് കൊടുക്കും. പക്ഷേ നാഗസൈരന്ത്രി എന്ന് പറയുന്ന ആ സഹോദരി അവർക്കെതിരെ വളരെ മോശമായിട്ട് പെരുമാറുന്ന ആളുകളോട് അതേ ഭാഷയിൽ തന്നെ കട്ടയ്ക്ക് പറയുമ്പോൾ അവർ നിങ്ങൾക്ക് ആഭാസത്തരമുള്ള സ്ത്രീയായി മാറുന്നു, തെറി വിളിക്കുന്ന സ്ത്രീയായി മാറുന്നു. നോക്കൂ, അവരുടെ അടുത്ത് അവരുടെ മഹത്വങ്ങൾ അറിയാൻ അവരെ നിങ്ങൾ നേരിട്ട് പോയിട്ടാണ് അറിയേണ്ടത്. അതുപോലെ തന്നെയാണ് ചണ്ടാള ബാബാജിയെയും നിങ്ങൾ നേരിട്ട് അറിയേണ്ടത്. അവർ ഈ പറയുന്ന ആദിവാസി സമൂഹത്തിന്റെയും ഗോത്ര സമൂഹത്തിന്റെയും, നമ്മളൊക്കെ വിളിക്കാറുണ്ട് കാട്ടുവാസികൾ എന്നൊക്കെ വിളിക്കാറുണ്ട്, ഹരിജൻസ് എന്നൊക്കെ വലിയ ജാതി മേൽക്കോയ്മ കൊണ്ട് നടക്കുന്ന ജന്മങ്ങൾ വിളിക്കാറുണ്ട്. ഇവർ കാട്ടിൽ അതല്ലെങ്കിൽ വനത്തിനുള്ളിൽ നടത്തുന്ന അവരുടെ ആചാരം അനുഷ്ഠാനം അത് നമ്മുടെ നാട്ടിൽ നടത്തുമ്പോൾ അവരെ നാട്ടിലേക്ക് കൊണ്ടുവന്ന് പുനരധിവസിപ്പിച്ചുകൊണ്ട് അവരും നമ്മളെപ്പോലെ തുല്യരായി മാറണമെന്ന് മൈക്ക് കെട്ടി പ്രസംഗിക്കുന്ന സഖാക്കന്മാരായാലും കോൺഗ്രസ്സുകാരായാലും ഇനി എന്തിനേറെ BJP-കാരാണെങ്കിൽ പോലും അവർ സത്യത്തിൽ നഗരത്തിൽ വന്നുകൊണ്ട് ചണ്ടാള ജയന്തി എന്ന് പറയുന്ന അവരുടെ ആഘോഷം സംഘടിപ്പിച്ചപ്പോൾ അതിനും നമ്മൾക്ക് കുറ്റമെന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ മനസ്സിലെ കറുപ്പ് അതല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ ആ വിഷമുണ്ടല്ലോ, നമ്മുടെ മനസ്സിൽ ആ ജാതീയ ചിന്തയുണ്ടല്ലോ. ഇല്ല ഞങ്ങളിലില്ല ഹിന്ദു രക്തം, ഞങ്ങളിലില്ല ക്രിസ്ത്യൻ രക്തം, ഞങ്ങളിലില്ല മുസ്ലിം രക്തം എന്ന് പറഞ്ഞു നടക്കുന്ന സഖാക്കന്മാരായിട്ടുള്ള പെരിന്തൽമണ്ണയിലെ വലിയ ഏരിയ സെക്രട്ടറി മറ്റേ സെക്രട്ടറി ഒക്കെയുള്ള ഒരുപാട് എണ്ണമൊക്കെ ഇദ്ദേഹത്തിനെതിരെ ഉറഞ്ഞു തുള്ളിയത് ഞാൻ കണ്ടു. എടോ, നിന്റെ ഈ ഉള്ളിലൊക്കെ എന്ത് രക്തമാണ് നീ ഇല്ല എന്ന് പറയുന്നത്? നിന്റെയൊക്കെ ഉള്ളിൽ നായന്മാരുടെ രക്തമുണ്ട്, നിന്റെയൊക്കെ ഉള്ളിൽ ഈഴവന്മാരുടെ രക്തമുണ്ട്, നിന്റെയൊക്കെ ഉള്ളിൽ നമ്പൂതിരിമാരുടെ രക്തമുണ്ട്. അതുകൊണ്ടാണ് ചണ്ടാളന്റെ രക്തത്തെ നീ ചണ്ടാളനായി കാണുന്നതും ആ ചണ്ടാളൻ കാട്ടിൽ തന്നെ അലഞ്ഞു തിരിഞ്ഞ് നശിച്ച് അവരുടെ കഷ്ടപ്പാടോടുകൂടി തന്നെ അടിഞ്ഞൊടുങ്ങണമെന്ന് ചിന്തിക്കുന്നതും അവർ നാട്ടിലേക്ക് നഗരത്തിലേക്ക് വരുമ്പോൾ അവരെ പുനരധിവസിപ്പിക്കണം, ഈ അധസ്ഥിത വർഗത്തിന് വേണ്ടിയാണ് ഞങ്ങൾ നിലപാടെടുക്കുന്നത് നിലകൊള്ളുന്നത് എന്ന് പറയുന്ന ഓരോ രാഷ്ട്രീയക്കാരനും അവർ നഗരത്തിൽ വന്നുകൊണ്ട് അവരുടെ ഒരു ചണ്ടാള ജയന്തി ആഘോഷിക്കുമ്പോൾ എന്തിനാഹേ നീയൊക്കെ ഇങ്ങനെ കലിപൂണ്ടുകൊണ്ട് അസഭ്യം വിതറിക്കൊണ്ട് കലിപൂണ്ട് നാണം കെട്ട നാറിയ കളികൾ കളിക്കുന്നത്? അതുകൊണ്ട് തന്നെ എനിക്ക് ഇത്രയെങ്കിലും പറയേണ്ടതുണ്ട്. ചണ്ടാള ബാബാജി എന്ന് പറയുന്ന ആ മനുഷ്യനെ നേരിട്ട് അറിയൂ നിങ്ങൾ, അതിനൊരു ബുദ്ധിമുട്ടുമില്ല. ഇന്നിപ്പോൾ അദ്ദേഹം തൃശ്ശൂർ തന്നെ അഞ്ചേരിയാണ് അവരുടെ ആശ്രമമുള്ളത്. ആശ്രമത്തിലേക്ക് ചെല്ലാൻ ആരും പാസ് എടുത്തുകൊണ്ട് കാത്തിരിക്കേണ്ട ആവശ്യമില്ല, ആയിരക്കണക്കിന് രൂപ ദക്ഷിണ കൊടുക്കേണ്ട ആവശ്യമില്ല, ആർക്കും അവിടേക്ക് കയറി ചെല്ലാം. അദ്ദേഹത്തിനാൽ കഴിയുന്ന കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു തരും. അദ്ദേഹം കൃത്യമായിട്ടും ദേവസ്വം ബോർഡ് അംഗീകരിച്ച ഒരു പൂജാരിയാണ്. അതല്ലെങ്കിൽ ഈ തന്ത്രം ചെയ്യാൻ മന്ത്രം ചെയ്യാനായാലും എല്ലാത്തിനും ആധികാരികമായിട്ട് തന്നെ, അതിന്റെ ഭാഷയിൽ ഞാൻ പറയുന്നില്ല, പക്ഷേ അതിനൊക്കെ സർക്കാർ തന്നെ അധികാരം കൊടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇത്രയും അധസ്ഥിത വർഗത്തിൽ നിന്ന് ഇത്ര കണ്ട് തൻ്റെതായിട്ടുള്ള കഴിവ് കൊണ്ടും തൻ്റെതായിട്ടുള്ള നട്ടെല്ലും കൊണ്ടും ധൈര്യം കൊണ്ടും വളർന്നു വന്നിട്ടുള്ള ഹിന്ദു സമുദായത്തിലെ ഒരു സന്യാസി വര്യനെ അദ്ദേഹം ചണ്ടാളനായതിന്റെ പേരിൽ, ആദിവാസി ആയതിന്റെ പേരിൽ, മലവാസികൾ അതല്ലെങ്കിൽ മലയോരത്ത് ജീവിക്കുന്ന അവരായതിന്റെ പേരിൽ ഏറ്റവും അധസ്ഥിത രീതിയിൽ തന്നെ ഇനിയും ജീവിക്കണം. അവർ പാൻറ് ഇടാൻ പാടില്ല, കോട്ടിടാൻ പാടില്ല, അവൻ മുണ്ടുടുക്കാൻ പാടില്ല, അവൻ ഷേവ് ചെയ്ത് ക്ലീൻ ഷേവ് ചെയ്ത് ഭംഗിയോടുകൂടി നടക്കാൻ പാടില്ല, അവൻ തലയെക്കെട്ട് പാടില്ല, തലയിൽ തൊപ്പി വെക്കാൻ പാടില്ല, അവരുടെ ആ ചിഹ്നമായിട്ടുള്ള വടി കൊണ്ട് നടക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു നടന്ന് കീറിപ്പറിഞ്ഞ വസ്ത്രവും ഇട്ടുകൊണ്ട് പല്ലും തേക്കാത്ത കുളിക്കും ചെയ്യാത്ത വൃത്തിഹീനമായിട്ടുള്ള രീതിയിൽ നിന്റെയൊക്കെ മുന്നിലൂടെ നീയൊക്കെ കാണുമ്പോൾ നിനക്കൊക്കെ കാർക്കിച്ചു തുപ്പാനുള്ള ആ രീതിയിലാണോടോ നടക്കേണ്ടത്? അതാണോടോ നീയൊക്കെ നവോത്ഥാനക്കാരനായി നടന്നുകൊണ്ട് അധസ്ഥിത വർഗത്തിന്റെ പാവങ്ങളുടെ പടത്തലവൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ വോട്ട് നേടി വിജയിച്ചുകൊണ്ട് നീയൊക്കെ ഇവിടെ ഭരിച്ചു കൂട്ടുന്നത്? ഇതിലധികം പറയേണ്ടതുണ്ട്. എന്തായാലും ചണ്ടാള ബാബാജി എന്ന് പറയുന്ന ആ സാധു മനുഷ്യനെ, ഒരു വലിയൊരു സമൂഹത്തിന്റെ ആചാര്യൻ, അദ്ദേഹം തൻ്റെ വലിയ സമൂഹമുണ്ടല്ലോ, ആ സമൂഹത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി കഷ്ടപ്പെടുമ്പോൾ അദ്ദേഹം കാണിക്കുന്ന കാട്ടിൽ നടത്തേണ്ട പ്രോഗ്രാം ഇവിടെ നഗരത്തിൽ നടത്തുമ്പോൾ നിനക്ക് അത് കോമാളിയാക്കാനും നിനക്കൊക്കെ പരിഹസിക്കാനും നിനക്കൊക്കെ ട്രോളിക്കൊണ്ട് അതിലൂടെ കാശ് നേടിക്കൊണ്ട് നിന്റെ അമ്മയെയും അച്ഛനെയും നിന്റെ മക്കളെയും തീറ്റാൻ നാണമുണ്ടോടാ നാറി എന്ന് തന്നെ ചോദിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തെ അറിയണമെന്നുണ്ടെങ്കിൽ അന്ധർ ഈ പറയുന്ന ആനയെ കണ്ട പോലെ ആവരുത്, നേരിട്ട് പോയി കാണുക. ബാബുസ്വാമിയെ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നേരിട്ട് പോയി കാണുക. നാഗസൈരന്ത്രി, നാഗച്ചേച്ചി, അവരെ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നേരിട്ട് പോവുക. അല്ലാതെ അവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നടത്തുന്ന ആ വേദിയിൽ
നിന്ന് ഏതെങ്കിലും ചാനലുകാർ വന്നെടുക്കുന്ന ക്ലിപ്പുകൾ ഇട്ടുകൊണ്ട് അവരെ പരിഹസിക്കാനും ട്രോളാനും നിൽക്കുമ്പോൾ നീയൊക്കെ നാളെ നിന്നെയൊക്കെ ജനിപ്പിച്ച തന്തയെയും തള്ളയെയും നിനക്കൊക്കെ ഉണ്ടായിട്ടുള്ള മക്കളെയും നിന്റെയൊക്കെ ഭാര്യയെയും വരെ ട്രോളിക്കൊണ്ട് കാശുണ്ടാക്കി നക്കാൻ വേണ്ടി, കഫം നക്കാൻ വേണ്ടി ഇറങ്ങുമല്ലോ എന്ന് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ കുറ്റപ്പെടുത്താനാവില്ല. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.